എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു വീടെന്ന സ്വപ്നം ആഗ്രഹിക്കുന്നവർക്ക് PMAOയുടെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സാമൂഹിക വിഭാഗം, വരുമാനം, ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കുവാൻ സാമ്പത്തിക സഹായം നൽകുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണ് നിലവിലിപ്പോൾ നീട്ടിയിരിക്കുന്നത്. 2025 ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. PMAOY 2.0യുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സാമൂഹിക വിഭാഗം, വരുമാനം, ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. നഗരമേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ 1.3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളതും ഇന്ത്യയിൽ സ്വന്തമായിട്ട് വീടില്ലാത്തതുമായ കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 3 മുതൽ 6 ലക്ഷം രൂപയ്ക്കിടയിൽ വാർഷിക വരുമാനമുള്ളവരും സ്ഥിരമായിട്ട് വീടുകളില്ലാത്ത കുടുംബങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ചേരി പ്രദേശങ്ങളിലും അനധികൃതമായിട്ടുള്ള വാസസ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. നഗരപ്രദേശങ്ങളിൽ പോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഗ്രാമമേഖലയിലെ ആനുകൂല്യം ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വന്തമായിട്ട് വീടില്ലാത്ത കുടുംബങ്ങളായിരിക്കണം. ഉറപ്പില്ലാത്ത 1-2 മുറിയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് ഡേറ്റയിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള കുടുംബാംഗങ്ങൾ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം എല്ലാവരും മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.